Good afternoon. Good afternoon, ma'am. Afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? എന്ത് വെച്ചാരൊന്നും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആയിരുന്നു അല്ലെ. എത്ര സ്റ്റേജ് ഉണ്ട്? 6th സ്റ്റേജ് അല്ലെ. 6th സ്റ്റേജസ് വരെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിലുള്ളത്. ഫസ്റ്റ് വൺ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെക്കൻഡ് വൺ സെലക്ടിംഗ് ക്രൈറ്റീരിയ, and third one measuring performance, fourth one making improvements and sustaining improvements, and last one is re-audit. Okay ആണോ? ഇനി നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു ആൻഡ് സെക്കൻഡ് സ്റ്റേജ് വരെയല്ലേ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ ഒന്നുകൂടിയും പറയാം കേട്ടോ മിസ്, ഒന്നുകൂടിയും പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റേജില് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ് പറഞ്ഞത്. അതിനകത്ത് നമ്മള് ഫസ്റ്റ് വൺ എന്താണ്? സെലക്ടിങ് ഈ ടോപ്പിക് സെലക്ട് ചെയ്തു. ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഒരു ടോപ്പിക് അല്ലെ, എന്തിനെ കുറിച്ചാണോ ഓഡിറ്റ് നടത്തേണ്ടത് അതിന്റെ ആ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ എന്താണ്? അതിന് മുൻഗണന കൊടുത്തു, പ്രയോറിറ്റീസ് കൊടുത്തു. ഇനി എന്താണ്? ഡിഫൈനിങ് ദ പർപ്പസ് അല്ലെ, എന്തിനെ കുറിച്ചാണ് ഓഡിറ്റ് നടത്തുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്, ഉദ്ദേശം എന്താണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്തു വെച്ചു. ഇനി പ്ലാനിങ് ഓഡിറ്റ്, ഓഡിറ്റ് പ്ലാൻ ചെയ്തു. യൂസേഴ്സ് ഇൻഫർമേഷൻ, ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് സ്വീകരിച്ചു. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നത് കേട്ടോ. ഒന്നും മറക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. 3 ഡയഗ്രാംസ് ആണ്, ഓരോ സ്റ്റേജിലും 3 ഡയഗ്രാംസ് ആണ് ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനദണ്ഡം. ഓക്കെ, നമ്മള് എന്ത് ചെയ്തു? ഡിഫൈനിങ് ക്രൈറ്റീരിയ. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് ഡിഫൈനിങ് ക്രൈറ്റീരിയ. നമ്മള് ഒരു മാനദണ്ഡം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മളൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോ എന്താണ്? പേഷ്യൻസ് കെയർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഡോക്ടർമാർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതിനെ കുറിച്ചാവാം നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം എവിഡൻസ് കളക്ട് ചെയ്തു. അതിനു വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തു. അല്ലെങ്കിൽ എങ്ങനെയാണ്? പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നോ ആണ് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് തേർഡ് പോയിന്റ് ആണ് ഇത് അപ്രൈസിംഗ് ദ എവിഡൻസ്. നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസ് ഇവാലുവേഷൻ നടത്തി, വിലയിരുത്തി. ക്ലിയർ ആയില്ലേ? 1, 1, 2 സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജ് ആണ് എന്ത്? മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. തേർഡ് സ്റ്റേജ്. അപ്പോ ചോദിക്കാം, നമ്മളോട് ക്വസ്റ്റ്യൻ വരാം, തേർഡ് സ്റ്റേജ് ഏതാണ്? ഐഡന്റിഫൈ ദ തേർഡ് സ്റ്റേജ്, ഐഡന്റിഫൈ ദ ഫോർത്ത് സ്റ്റേജ്. അപ്പോ ഓരോ സ്റ്റേജുകളും പഠിച്ചു വെക്കാം. അതിനകത്തെ ഡയഗ്രാമത്തിലെ എല്ലാ പോയിന്റ്സുകളും പഠിച്ചു വെക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. തേർഡ് സ്റ്റേജ് ആണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത്? പ്ലാനിങ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്താം, ആസൂത്രണം നടത്താം. പ്ലാനിങ് ഡാറ്റ കളക്ഷൻ. ഇനി ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്? ഓരോ മെത്തേഡ്സും നമ്മൾ പഠിക്കും കേട്ടോ. ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? അങ്ങനെ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്തു? മെത്തേഡ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്തു. ഹാൻഡ്ലിംഗ് ഡാറ്റ, നമ്മൾ കൈകാര്യം ചെയ്യുക അല്ലെ. കളക്ട് ചെയ്ത ഡാറ്റ കൈകാര്യം ചെയ്യുക. അപ്പൊ 3 കാര്യങ്ങളാണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് വരുന്നത്. പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ, മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, അതുപോലെ ഹാൻഡ്ലിംഗ് ഡാറ്റ. ക്ലിയർ ആയോ?
ജസ്റ്റ് ഒന്ന് ആ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ ആദ്യം ഡാറ്റ കളക്ട് ചെയ്യേണ്ട പ്ലാനിങ് ചെയ്തു. മെത്തേഡ്സ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഡാറ്റ കൈകാര്യം ചെയ്യുക. ക്ലിയർ ആയോ? ആ 3 ഡയഗ്രാംസ് ഒന്ന് ഓർത്ത് ഒന്ന് നോക്കി, ഡൗട്ട് വല്ലതും ഉണ്ടാ നോക്കിയൊന്ന് സ്റ്റേജ് കേട്ടോ. ക്ലിയർ ആണോ 3 സ്റ്റേജും? ഇനി എന്താ 4th സ്റ്റേജ് നോക്കാം. ഫോർത്ത് സ്റ്റേജ് ആണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ഐഡന്റിഫൈ ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്താ? ബാരിയേഴ്സ് നമ്മൾ CSCയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ബാരിയേഴ്സ്? ബാരിയേഴ്സിന്റെ മീനിങ് എന്താ? തടസ്സങ്ങളല്ലേ. അപ്പൊ ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് തടസ്സങ്ങളിലെ ഫസ്റ്റ് വൺ ആണ് ഫിയർ. അതുപോലെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറേൽ, പുവർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഫിയർ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാവാത്തത് അല്ലെ, മനസ്സിലാവാത്ത അവസ്ഥ. അതുപോലെ തന്നെ ലോ മൊറേൽ എന്ന് പറഞ്ഞാല് എല്ലാത്തിനും എന്താണ്, ചില കാര്യങ്ങൾക്കൊക്കെ എന്താണ് നെഗറ്റിവിറ്റി ഉണ്ടാവുന്നത്, ചില കാര്യങ്ങളില് നെഗറ്റിവിറ്റി ഉണ്ടാവുന്നത്. അതുപോലെ പുവർ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ ഈ കാരണങ്ങളൊക്കെയാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ഐഡന്റിഫൈ ചെയ്തു. ഇനി ബാരിയേഴ്സ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? അതിനകത്ത് ചേഞ്ചസ് വരുത്തണം അല്ലെ. ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്. നമ്മൾ കണ്ടുപിടിച്ച തടസ്സങ്ങളില് ബാരിയേഴ്സിൽ എന്താണ് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്, ആ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, റിമൂവ് ചെയ്ത് കളയണം. ക്ലിയർ ആയോ? ഫോർത്ത് സ്റ്റേജില് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. അതിനകത്ത് പറഞ്ഞത് എന്താണ്? ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്, തടസ്സങ്ങൾ കണ്ടുപിടിച്ചു, ആ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി എന്നിട്ട് ഇത് ചെയ്യണം, അത് റിമൂവ് ചെയ്ത് കളയണം. ഇനി ഫിഫ്ത് സ്റ്റേജ് ആണ് സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. എന്താണ് സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല്? സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാല് നിലനിർത്തുക. ഓക്കെ, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. അതിനകത്ത് 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റീസൺ എന്താണ്? ഫസ്റ്റ് കാര്യം എന്താണ്? റിഫൈനിങ്, റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്. എന്താണ്? നമ്മള് ഒരു ഡാറ്റ നമ്മൾക്ക് കിട്ടിയല്ലേ, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാറ്റ, ഒരു വിഷയം നമ്മൾ എടുത്തു, ആ വിഷയത്തെ കുറിച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിച്ചു. ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്. എന്താണ്? ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള, ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് ചെയ്യേണ്ടതാണ്. ഇനി ആ ഡാറ്റ നമുക്ക് കിട്ടി, അതിനുശേഷം എന്ത് ചെയ്യണം? മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. മോണിറ്റർ ചെയ്യാം അല്ലെ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. നിരീക്ഷിച്ചു അത് വിലയിരുത്തണം. അപ്പൊ നമുക്കൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാല് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഡാറ്റ കിട്ടി, അത് മോണിറ്റർ ചെയ്യാം, അത് വിലയിരുത്തി. ഇനി എന്താണ്? റീ ഓഡിറ്റ്. അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട് കേട്ടോ. റീ ഓഡിറ്റ് എന്നാക്കണം. റീ ഓഡിറ്റ് ആണ് കേട്ടോ.
അപ്പോ നമുക്ക് എന്തെങ്കിലും എന്താണ് ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാല് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി അത് റീയൂണിറ്റ് നടത്തേണ്ടതുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സാം എഴുതി, ആ എക്സാമിൽ നിങ്ങൾ ഫെയിലായി, നിങ്ങൾ എന്ത് ചെയ്യും, എന്താ ചെയ്യാം, എക്സാം പാസ്സാവാനായിട്ട് എന്താ ചെയ്യും, ഒരു എക്സാം എഴുതി അത് ഫെയിലായി, ഇനി നിങ്ങൾക്ക് ആ എക്സാം റീ എക്സാം നടത്തും അല്ലെ, അല്ലെങ്കിൽ റീ ടെസ്റ്റ് നിങ്ങൾ വിധേയരാകും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ എന്തെങ്കിലും ഈ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് റീഓഡിറ്റ് നടത്തേണ്ടതുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റില് 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്സ്, നമ്മൾക്കൊരു ഡാറ്റ കിട്ടി അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം, അത് വിലയിരുത്തണം. ഇനി അതിനകത്ത് വല്ല തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി എന്ത് ചെയ്യാം, റീഓഡിറ്റ് നടത്താം. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് 6th സ്റ്റേജ്, അതാണ് റീഓഡിറ്റ്. നമ്മള് പറഞ്ഞു റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. ആ റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ റീഓഡിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശേഖരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് 6th സ്റ്റേജിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, റിവ്യൂ എവിഡൻസ് അല്ലെ. റീഓഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് വൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. റിവ്യൂ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീഓഡിറ്റ് നടത്താനായിട്ട് എവിഡൻസ്, നമ്മൾ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എവിഡൻസ് ശേഖരിക്കണം. ഓക്കെ ആണോ? ഇനി എന്താണ്, മെഷർ ഇഫക്റ്റീവ്നെസ് അല്ലെ. എന്താണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല്, ഇഫക്റ്റീവ്നെസ് എന്താ, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കളക്ട് ചെയ്ത എവിഡൻസിന് എത്രമാത്രം ഫലപ്രാപ്തിയുണ്ട് അല്ലെ, ഫലപ്രാപ്തിയുണ്ട് എന്നുള്ളത് നോക്കണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിന് എത്രമാത്രം ഫലപ്രാപ്തിയുണ്ട്, ആ എവിഡൻസിൽ നിന്ന് എത്രമാത്രം നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണം. ഇനി തേർഡ് വൺ എന്താണ്, ഡിസൈൻ ഹൗ ഓപ്റ്റൻ ടു റീഓഡിറ്റ്. എന്താണ്, നമ്മുടെ സോഴ്സ് വഴി എവിഡൻസ് കളക്ട് ചെയ്തു, അതിൽ നിന്ന് എത്രമാത്രം എവിഡൻസ് കിട്ടുന്നുണ്ടെന്ന് നോക്കി. ഇനി എന്തെങ്കിലും റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമാണ് റീഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പരിശോധിക്കണം. അതാണ് ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീഓഡിറ്റ്. നമ്മള് സോഴ്സുകൾ വഴി, വിഭവങ്ങൾ വഴി അല്ലെങ്കിൽ റിസോഴ്സുകൾ വഴി എവിഡൻസ് സ്വീകരിച്ചു, ആ എവിഡൻസിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് നോക്കി, അതിനുശേഷം റീഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമാണ് റീഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പരിശോധിക്കുന്നതാണ് ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീഓഡിറ്റ്. ക്ലിയർ ആയോ? ഇനി അതിനുശേഷം എന്താണ്, ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് റീഓഡിറ്റിൽ വരുന്നത്. റിവ്യൂ എവിഡൻസ്, measure effectiveness, decide how often to reaudit, ongoing process monitoring. Okay. 6th stage വരെ ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആയോ പറഞ്ഞത്? വായിച്ചു നോക്കി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ാണ്
നെക്സ്റ്റ് ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ല? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? ഓർമ്മയില്ല? ഇതിനു മുമ്പ് പഠിച്ചത് കൺകറന്റും അതുപോലെ തന്നെ ഏതായിരുന്നു രണ്ട് ടൈപ്സ് ഉള്ളത്? റിട്രോസ്പെക്റ്റീവ് അല്ലെ. കൺകറന്റ് എന്തായിരുന്നു? ആരും വായിക്കണില്ലല്ലേ? കൺകറന്റ് എന്തായിരുന്നു എന്ന് പറയോ? കൺകറന്റ് എന്തായിരുന്നു എന്നുള്ളത്? കെയർ നടക്കുന്ന ടൈമില്. ഓക്കെ. ഇനി എന്തായിരുന്നു റിട്രോസ്പെക്റ്റീവ്? റിട്രോസ്പെക്റ്റീവ് എന്തായിരുന്നു? ആഫ്റ്റർ കെയർ. രോഗി വന്നു, പരിചരണം നടത്തി, റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ച് അല്ലെ, എല്ലാ റെക്കോർഡ്സും ശേഖരിച്ച് അതിനുശേഷമാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ആണ്. അപ്പോ ക്ലിനിക്കൽ റെക്കോർഡ്സിന്റെ ടൈപ്സ് പഠിക്കുമ്പോ രണ്ടെണ്ണവും പഠിക്കുക, അതുപോലെ തന്നെ ഇതും നോക്കുക കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാല്? നല്ല പഠിച്ചതാണല്ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ. കണക്കുകൾ അല്ലെ, സ്ഥിതി വിവര കണക്കുകൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സ്ഥിതി വിവര കണക്കുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ്. ഇനി എക്സ്റേ വ്യൂ എന്തായിരിക്കും? എക്സ്റേ വ്യൂ പറയാൻ പറ്റോ? എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാല് എക്സ്റേയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? എക്സ്റേ എടുക്കുന്ന സ്ഥലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റേ വ്യൂ ഓഡിറ്റ്. ഓക്കെ. എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാല് എക്സ്റേ എടുക്കുന്ന സ്ഥലത്തെ റൂമിലെ പ്രവർത്തനങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി ഡിസീസ് ഓഡിറ്റ് എന്തായിരിക്കും? ഡിസീസ് ഓഡിറ്റ് എന്തായിരിക്കും? അസുഖമായിട്ട് ബന്ധപ്പെട്ടത്, രോഗവുമായിട്ട് ബന്ധപ്പെട്ടത്, രോഗനിർണയം. ഓക്കെ. അപ്പൊ എന്താണ്, എന്തൊക്കെ രോഗങ്ങളാണ് പേഷ്യൻസിന് വരുന്നത്, എന്തൊക്കെ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഡിസീസ് ഓഡിറ്റ്. എന്തൊക്കെ രോഗങ്ങളാണ് പേഷ്യൻസിന് വന്നിട്ടുള്ളത്, എന്തൊക്കെ രോഗങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അതിന്റെ കാര്യങ്ങളുമായിട്ട് ഇവാലുവേഷൻ നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത്? ഡിസീസ് ഓഡിറ്റ്. ഇനി എന്താണ് ഒബ്സ്റ്റട്രിക് ഓഡിറ്റ്? എന്താ? പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഒബ്സ്റ്റട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവാനന്തരപരമായ, പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഗൈനോക്കോളജി വിഭാഗവുമായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് ആണ് എന്ത്? ഈ ഒബ്സ്റ്റട്രിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് കേട്ടോ. പ്രസവാനന്തരപരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഗൈനോക്കോളജി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ? ഇൻഫെക്ഷൻ കൺട്രോൾ എന്തായിരിക്കും? ഇൻഫെക്ഷൻ കൺട്രോൾ അണുബാധ അല്ലെ? ഓക്കെ.
അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ അല്ലെ? ഇൻഫെക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ കൺട്രോളുകളാണ് ഇവരെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സുകളാണ് ഇവരെടുത്തിരിക്കുന്നത്, അതുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേഷൻ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് നഴ്സിംഗ് ഓഡിറ്റ്? എന്തായിരിക്കും നഴ്സിംഗ് ഓഡിറ്റ്? നഴ്സിംഗ് ഓഡിറ്റ് എന്തായിരിക്കും? എന്താണ്? നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് നഴ്സിംഗ് ഓഡിറ്റ്. നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിനെയാണ് നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് ഓഡിറ്റ് എന്തായിരിക്കാം? ലാസ്റ്റ് വണ്ണാണ് ഡെത്ത് ഓഡിറ്റ്. എന്തായിരിക്കാം? മരണവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? എന്താണ്? ഹോസ്പിറ്റലിൽ മരിച്ച രോഗികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവര് മരിക്കാനുള്ള രോഗങ്ങള്, സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഡെത്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ മരിച്ച രോഗികള്, അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ മരിച്ചത്, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോ ഇതൊക്കെയാണ് എന്ത്? ക്ലിനിക്കൽ ഓഡിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ ഓഡിറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. അതുപോലെ തന്നെ കുറച്ച് ടൈപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ വ്യൂ ഉണ്ട്, ഡിസീസ് ഓഡിറ്റ് ഉണ്ട്, ഒബ്സ്റ്റട്രിക് കേസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട്, ഡെത്ത് ഓഡിറ്റ് ഉണ്ട്. അപ്പൊ എല്ലാതും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. കൺകറന്റ് ഓഡിറ്റും റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ടൈപ്സും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്? എന്തായിരിക്കാം? ഒന്ന് വായിച്ചു നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? ഓഡിറ്റ് നടത്തുമ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണെന്നുള്ളത് കേട്ടോ. ഒരാളെ മിസ്സിന് പറഞ്ഞു തന്നെ എന്നിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾ പറഞ്ഞു തന്നെ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോ മിസ്സിനൊന്ന് പറഞ്ഞു തന്നെ. വായിച്ചോ? ആരാ പറയാ? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. മനസ്സിലായത് പറഞ്ഞാൽ മതി കേട്ടോ. ആര് പറയും? ആരും വായിച്ചില്ലേ?
ഒരാള് പറഞ്ഞു നോക്കിയൊന്ന്, മനസ്സിലായ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, ആ ആരാ പറയാ? അതിന് പറയൂ. ഈ തൊഴിൽ ചെയ്യാനായിട്ടുള്ള അന്തരീക്ഷം സുഗമമാക്കുക. പിന്നെ വിഭവങ്ങളും സൗകര്യങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ മെഡിക്കൽ കെയർ പ്രൊവൈഡർമാർക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. പിന്നെ രോഗികളുടെ പരാതി കേൾക്കാനായിട്ട് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുക. മീഡിയ ഒക്കെ എഡിറ്റ് ചെയ്യുക, കവറേജ് നോട്ടുകളൊക്കെ എഡിറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പറയാനുണ്ടോ? പോയിന്റ്സ് ഇത്രയും പോയിന്റ്സ് തന്നെയാണോ എല്ലാവരും? വേറെ ആർക്കെങ്കിലും വേറെ പോയിന്റ് പറയണമെന്നുണ്ടോ? ഇല്ല, ഒന്നുകൂടെ പറയാം. അത് തന്നെ പറഞ്ഞു. ശംസിയാണോ? അല്ല, പറഞ്ഞോ. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസും റിസോഴ്സസും ഒക്കെ സ്മൂത്ത് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുക. മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ വർക്ക് നല്ല രീതിയിൽ ആവേശത്തോടെ ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു. പിന്നെ പേഷ്യന്റിന് കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് എന്താ പരാതി പരിഹാര കമ്മിറ്റി ഇല്ലേ, അതില് പങ്കെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. പിന്നെ മീഡിയ, പ്രസ് നോട്ട്, അതെല്ലാം അതിൽ പങ്കെടുക്കാൻ, എഡിറ്റ് ചെയ്യാനും അതിൽ പങ്കെടുക്കാനും ഈ ഓഡിറ്റ് അവരെ പ്രാപ്തരാക്കുന്നു. മിസ് പറയാട്ടോ. വേറെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ലാസ്റ്റ് 3 പോയിന്റ് ഞാൻ പറയാം മിസ്സേ. പറഞ്ഞോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ റിവീൽ ചെയ്യാം. ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ്, അതായത് എക്സിറ്റ് ഇന്റർവ്യൂകളൊക്കെ കണ്ടക്ട് ചെയ്ത് അതിനുള്ള ചേഞ്ചസ് ഒക്കെ സജസ്റ്റ് ചെയ്യാം. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ ക്ലിയർ കട്ട് ചെയ്യുക, അതായത് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ വരുത്തുക. വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഇത്തിരി വ്യത്യാസം ഉണ്ട് ചിലതിൽ കേട്ടോ. ഓക്കെ, അപ്പോ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എന്താണ് സെക്കൻഡ് നോക്കി, ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. ഓരോ സ്റ്റാഫിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ഒരുക്കുക, റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഇനി എന്താണ്, ടു മോട്ടിവേറ്റ് ടു എനേബിൾ ദ മെഡിക്കൽ കെയർ providers
ടു വർക്ക് enthusiastically. എന്താണ്? മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ വർക്ക് നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ എന്താണ്? ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് grievances by grievances redressal committee. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് കേൾക്കുകയും അതുപോലെ തന്നെ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി മീറ്റിംഗ് നടത്തുമ്പോ ആ കംപ്ലൈന്റ്സ് എന്താണെന്ന് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോളാണ് ഇപ്പൊ പറയുന്നത്. എന്തൊക്കെയാണ്? എന്താ പറഞ്ഞത്? പേഷ്യന്റിന് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് കേൾക്കുകയും ആ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി നടത്തുമ്പോ ആ കംപ്ലൈന്റ്സ് എന്താണെന്ന് അവരോട് പ്രസന്റ് ചെയ്യുന്നു. എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്? ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓർ പ്രസ് നോട്ട്സ്. ഇനി എന്താണ്? ചിലപ്പോ ചില ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ എന്താണ്? വ്യാജ വാർത്തകൾ വരാറുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങള്? വ്യാജമായിട്ടുള്ള വാർത്തകൾ. അപ്പൊ അങ്ങനെ വ്യാജ വാർത്തകൾ വരുമ്പോ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രസ് മീറ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ആ പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടോ. എന്താ പറഞ്ഞത്? വ്യാജ വാർത്തകൾ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യാജ വാർത്തകൾ വരികയാണെങ്കിൽ അതിന്റെ എന്താണ് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് പ്രസ് മീറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ടു റിലീവ് ദ ഗ്രേ ഏരിയാസ്. ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരനിറത്തിലുള്ള പ്രദേശങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. അതിന് ചാരനിറത്തിലുള്ള പ്രദേശങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ടു റിലീവ് ദ ഗ്രേ ഏരിയാസ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ സംതൃപ്തി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പേഷ്യന്റിന്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടാൻ ശ്രമിക്കുന്നു. അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആരാണ് ശ്രമിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇനി എന്താണ്? ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? അറിയോ എന്താണെന്നുള്ളത്? എക്സിറ്റ് ഇന്റർവ്യൂ എന്താണെന്ന് അറിയോ? എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ചില സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസൈൻ ചെയ്യാനായിട്ട് നിൽക്കൂലേ? റിസൈൻ ചെയ്ത് പോകുന്നത്, അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ. അപ്പോ അവര് റിസൈൻ ചെയ്ത് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു പോകും അല്ലെ? റിസൈനിങ്ങിന് എപ്പോഴാണ് കൊടുക്കുന്നത്? ഒരു മാസം മുമ്പ് നമ്മൾ റിസൈൻ ചെയ്യാനായിട്ട് കൊടുക്കും അല്ലെ? അപേക്ഷകളും കാര്യങ്ങളൊക്കെ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? റിസൈൻ ചെയ്യാൻ പോകുമ്പോ അവരുമായിട്ട് ഒരു ചർച്ച നടത്തും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യും? ഒരു ചർച്ച നടത്തും. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? ചിലപ്പോ അവര് പോകുന്നതിന്റെ കാരണങ്ങൾ ചിലപ്പോ നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷനിലാക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ സാലറി ആക്കുന്നത് കൊണ്ടാവാം. അതുപോലെ എന്താണ്? ചിലപ്പോ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പോവാൻ നിൽക്കുമ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചർച്ച നടത്തി അവരോട് എന്ത് പറയും? നിങ്ങൾക്ക് സാലറി കൂട്ടിത്തരാം, അല്ലെങ്കിൽ പ്രമോഷൻ തരാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് തരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫുകളെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നു. അതാണ് ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം മുതലേ നമ്മൾ ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്ററുകളും പഠിക്കുമ്പോൾ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് എന്ത്? ഓരോ ഹോസ്പിറ്റലിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസീസും പ്രൊസീജിയേഴ്സും ഒബ്ജക്റ്റീവ്സും എഴുതുന്നത് അല്ലെ?
അവര് പറയുന്നത് പോലെ ആയിരിക്കും എന്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ്സ് ആയാലും പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും രൂപീകരിക്കാനായിട്ട് ആരാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സും പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്തുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൗകര്യങ്ങള്, റിസോഴ്സുകള്, അതുപോലെ തന്നെ എന്താണ് ഓരോ മെറ്റീരിയൽസ് ആവാം, എക്യുപ്മെന്റ്സ് ആവാം, അതൊക്കെ എന്താണ് നല്ല രീതിയിൽ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ നൽകുന്നു. പിന്നെന്താണ് കംപ്ലൈൻസ് അല്ലെ, പേഷ്യൻസിന്റെ കംപ്ലൈൻസ് അറ്റൻഡ് ചെയ്യുകയും കേൾക്കുകയും അത് ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി കൂടുമ്പോൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വല്ല വ്യാജ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രസ് മീറ്റുകൾ വെക്കുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നു. പിന്നെന്താണ് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങള് അതിനകത്താണ് അവർക്ക് എന്താണ് ശ്രദ്ധ മുഴുവനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എക്സിറ്റ് ഇന്റർവ്യൂസ് പറഞ്ഞു റിസൈൻ ചെയ്ത് പോവാനായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി അവർക്ക് എന്തെങ്കിലും ചേഞ്ചസുകളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നു. അവരെ അവിടെ ഹോസ്പിറ്റലില് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഓരോ പോളിസീസും പ്രൊസീജിയേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ റിട്ടേൺ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ക്ലിയർ ആയോ? റോള് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? എന്തായിരിക്കാം അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ നോക്കിയേ, ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. എന്താണ് നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മള് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഓരോ രേഖകള് അതെടുത്ത് നോക്കുക, അത് പഠിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണ്. ഇനി എന്താണ്? പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരേ കാര്യങ്ങൾ നോക്കി ഓരോ പേഷ്യൻസ് റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ നോക്കി പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്, പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? റിസോഴ്സ് ഇഫക്റ്റീവ്നെസ് അല്ലെ. എന്താണ്? ഓരോ റിസോഴ്സുകളും ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാവണം ഓഡിറ്റ് നടത്താനായിട്ട്. പല സ്റ്റാഫുകള് അതുപോലെ പല കാര്യങ്ങളും അത് അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ കാര്യങ്ങളും എന്താണ്? ഓരോ വിഭവങ്ങളാണ് അല്ലെ, റിസോഴ്സുകളാണ്, മെറ്റീരിയൽസ് ഉണ്ടാവാം, അതുപോലെ തന്നെ എന്താണ് റെക്കോർഡ്സുകള്, ഡോക്യുമെന്റ്സുകൾ, ഇതൊക്കെ എന്താണ്? റിസോഴ്സുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ റിസോഴ്സുകൾ എന്താണ്? ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ്? റൈസസ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്താ റൈസസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് പറഞ്ഞു എന്താണ്? ഓഡിറ്റ് നടത്തുമ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിശ്ചിത പെർസെന്റേജ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ ആ ഹോസ്പിറ്റൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിന്റെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, നിലവാരം ആ നിശ്ചിത നിലവാരത്തിൽ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. നമ്മുടെ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓഡിറ്റ് നടത്തുമ്പോൾ എന്താണ്? ആ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ് റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, വലുതാകുന്നു അല്ലെങ്കിൽ എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ്? പ്രമോട്ട് ചേഞ്ചസ്. നമ്മൾ പഠിച്ചു ഓഡിറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ എന്തിനാണ് ഓഡിറ്റിൽ പഠിച്ചില്ലേ? ക്ലിനിക്കൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റ് അത് സഹായിക്കുന്നുണ്ട്. ക്ലിനിക്കൽ പേരിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണോ എന്നുള്ളത് ഓഡിറ്റിലൂടെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ.
അതാണ് പറയുന്നത് പ്രൊമോട്ട് ചേഞ്ചസ്. ഇനി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നടക്കുന്ന സർവീസുകളിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലായാലും ചേഞ്ചസ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിലൂടെ അത് സഹായിക്കുന്നുണ്ട്. ഓഡിറ്റിലൂടെ അവര് അത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെന്താണ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. എന്താ പറയുന്നത്, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നില്ല ഓഡിറ്റിന് വേണ്ടിയിട്ട്. ഓരോ സോഴ്സസിലൂടെയാണ് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. പിന്നെന്താ നെക്സ്റ്റ് വൺ, പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താ പറയുന്നത്, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. അങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, ടീം വർക്ക് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അതുപോലെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും. അവരൊക്കെ കൂടി ചേർന്ന് കൂട്ടമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഹോസ്പിറ്റല് നല്ല രീതിയിൽ ഒരു നിലവാരത്തിലെത്തുന്നത്. അപ്പോ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും കൂട്ടായ മനസ്സിലാക്കലിലൂടെയുമാണ് ഓഡിറ്റ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് ഇൻവോൾവ്സ് പേഷ്യൻസ്. അതെന്തായിരിക്കാം അങ്ങനെ പറയാനായിട്ട് കാരണം? ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ് ഇൻവോൾവ്സ് പേഷ്യൻസ്. എന്തായിരിക്കാം പറയാൻ പറ്റുമോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ഹോസ്പിറ്റലിന്റെ പേഷ്യൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. എങ്ങനെയാ ഇൻവോൾവ്മെന്റ് ഓഡിറ്റിൽ ഉണ്ടാകുന്നത് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. എന്താണ് ഓഡിറ്റ് ചെയ്യുമ്പോ പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും, അതുപോലെ പേഷ്യൻസ് രജിസ്റ്റർ ഉണ്ടാവും അല്ലെ. അപ്പോ അവരും പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഡിറ്റിന്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണ് ഇൻവോൾവ്സ് പേഷ്യൻസ് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിന്റെ ഒരു പ്രധാന ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. അവരുടെ പേഷ്യൻസ് രജിസ്റ്റർ ആയാലും മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെയാണ് ഓഡിറ്റിലൂടെ പരിശോധിക്കുന്നത്. മെയിൻ ആയിട്ട് പരിശോധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്, പേഷ്യന്റ് റെക്കോർഡ്സും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സും. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഏതൊക്കെയാണ്? ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആണെന്ന് പറയാൻ പറ്റുന്നത്. അതുപോലെ എന്താണ്, പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റിസോഴ്സ് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ്സ് നിലവാരം ഉയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ചേഞ്ചസുകൾ ഐഡന്റിഫൈ ചെയ്യാനും അത് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. കുറേയധികം റിസോഴ്സസുകളിലൂടെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് കൂട്ടായി നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓഡിറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് മെഡിക്കൽ ഓഡിറ്റിനുള്ളത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. എന്താണ് ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാല്? ഓർഗനൈസ്ഡ് എന്താ? ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രമീകരിക്കുക. ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാല് ക്രമീകരിക്കുക. അപ്പോ ഇവിടെ പറയുന്നത് ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഈ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഓഡിറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ.
മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഈ മെഡിക്കൽ ഓഡിറ്റ് നല്ല രീതിയിൽ ക്രമീകരിക്കാത്തത് മൂലം മെഡിക്കൽ ഓഡിറ്റില് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെ, പൂർത്തിയാക്കാത്ത റെക്കോർഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്യുവർ ക്വാളിറ്റി മെയിൻ്റനൻസ്, എന്താണ്, താഴ്ന്ന നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സും ഉണ്ടാവും അല്ലെ, കുറഞ്ഞ നിലവാരത്തിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിന് വരുന്ന പ്രോബ്ലംസ് ആണ്. എന്താണ്? ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഈ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാതിരിക്കുന്നത്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിനുള്ള മോട്ടിവേഷൻ കൊടുക്കാതിരിക്കുന്നത് അതും എന്താണ്? ഒരു പ്രോബ്ലമാണ്. ഇനി ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ചില ഹോസ്പിറ്റലുകൾക്ക് എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്താണ്, മെഡിക്കൽ ഓഡിറ്റ് നടത്തേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റിന്റെ മൂല്യം എന്താണെന്ന് അറിയാത്തതുണ്ടാവും. അപ്പൊ അതും എന്താണ് ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. മെഡിക്കൽ ഓഡിറ്റ് നടത്തേണ്ടതിന്റെ ആവശ്യകതയില്ല അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റിന്റെ മൂല്യം അറിയാത്തത് അതും എന്താണ് ഒരു മെഡിക്കൽ ഓഡിറ്റ് പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. പിന്നെന്താണ്? സപ്രഷൻ ഓഫ് ഫാക്ട്സ്, റോങ് റിപ്പോർട്ടിംഗ്. സപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്രഷൻ അടിച്ചമർത്തുക അല്ലെ, അടിച്ചമർത്തുക. ചില കാര്യങ്ങള് ഇപ്പൊ ശരിയായിട്ടുള്ള കാര്യങ്ങള് എഴുതി വെക്കാതെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സപ്രഷൻ ഓഫ് ഫാക്ട്സിൽ വരുന്നത്. സപ്രഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റോങ് റിപ്പോർട്ടിംഗ്. ശരിയായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവൂല, തെറ്റായ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. കിട്ടിയോ? മനസ്സിലായോ അതെന്താണെന്ന്? ശരിയായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവൂല, അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സപ്രഷൻ ഓഫ് ഫാക്ട്സിൽ വരുന്നത്. ആൻഡ് റോങ് റിപ്പോർട്ടിംഗ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റിൽ വരുന്നത്. ഏതൊക്കെയാണ്? നല്ല രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് ക്രമീകരിക്കാത്ത അവസ്ഥ, അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാവാം, കുറഞ്ഞ നിലവാരത്തോടെ സൂക്ഷിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടാവാം. അതൊക്കെ ഒരു പ്രോബ്ലംസ് ആണ്. പിന്നെന്താണ്? മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ മെഡിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാതിരിക്കുന്നത്. അതുപോലെ ചില ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ ഓഡിറ്റിന്റെ മൂല്യത്തെ കുറിച്ച് അറിയാതിരിക്കുന്നത്. പിന്നെ ശരിയായ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ചേർത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയൊന്ന് ആ പ്രോബ്ലംസും അഡ്വാൻറ്റേജസും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആണോ?
ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് അതിനകത്തുള്ളത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് എന്താണ്? ലിറ്ററേച്ചർ റിവ്യൂ അല്ലെ. നമ്മളിപ്പോ ഒരു കഥയോ അല്ലെങ്കിൽ കവിതയോ ഒക്കെ എഴുതുമ്പോൾ അതിനകത്ത് ഉള്ള സാരാംശം എന്താണ്, ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം ഉണ്ടാവില്ലേ? റിവ്യൂസ് കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി തേർഡ് എന്താണ്? ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ക്രൈറ്റീരിയകൾ, മാനദണ്ഡങ്ങൾ ഉണ്ടാവും, നിലവാരങ്ങള്, അതിനെ കുറിച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും. പിന്നെന്താണ്? മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്. മെത്തേഡ്സ് നമ്മൾ കണ്ടില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള മെത്തേഡ്സുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓർമ്മയുണ്ടോ മെത്തേഡ്സ്? ഓഡിറ്റിന് യൂസ് ചെയ്യണ മെത്തേഡ്സ് ഏതൊക്കെയാ? മെത്തേഡ്സ് ഓർമ്മയില്ലേ? ഏതൊക്കെയാ മെത്തേഡ്സ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ചെക്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ആ മെത്തേഡ്സ് ഏതൊക്കെയാണ്, നമ്മൾ ഓഡിറ്റിന് വേണ്ടി യൂസ് ചെയ്ത മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഉണ്ടാവും. ഇനി റിസൾട്ട്. നെക്സ്റ്റ് ആണ് റിസൾട്ട്. റിസൾട്ട് എന്താ? ഓഡിറ്റ് മൂലം നമുക്ക് ഓഡിറ്റ് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് ഉണ്ടായത്? ഇപ്പോ എന്താണ്, നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ്സിലോട്ട് എത്താൻ പറ്റുമോ നമ്മുടെ ഹോസ്പിറ്റലിന്, അങ്ങനെയുള്ള കാര്യങ്ങള്. അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള റിസൾട്ടുകളാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ എന്താണ്? റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ചസ്. പറഞ്ഞല്ലോ നമ്മൾ ക്ലിനിക്കൽ കെയറിലോ അങ്ങനെ എന്തെങ്കിലും കെയറിങ്ങിലൊക്കെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റിലൊക്കെ വ്യത്യാസം, ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് അവിടെ ഉണ്ടാവും, ചേർത്ത് വെച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഫോർ ഫർദർ ഓഡിറ്റ്. എന്താണ്? റീ ഓഡിറ്റ് അല്ലെങ്കിൽ ഫർദർ ഓഡിറ്റ്. ഇനിയും ഓഡിറ്റ് നടത്തേണ്ടതുണ്ടെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. ഫർദർ ഓഡിറ്റ്, റീ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, റിവ്യൂ, അതിനെ കുറിച്ചുള്ള ചെറുതായിട്ടുള്ള റിവ്യൂ ഉണ്ടാവും, ക്രൈറ്റീരിയാസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, മെത്തേഡ്സ് ഏതാണ് യൂസ് ചെയ്തത്, അതുപോലെ റിസൾട്ട് എന്താണ് കിട്ടിയത്, അതുപോലെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഫർദർ ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫർദർ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇനി എന്താണ് എന്നുള്ളതും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇതോടുകൂടി നമ്മുടെ ഓഡിറ്റിംഗ് ചാപ്റ്റർ ഫിനിഷ് ആയി ട്ടോ. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. PDF ഇല്ല എല്ലാവരുടെയും കയ്യില്? ഓക്കെ, ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ഇന്ന് എടുത്തതില്? ഓക്കെ ആണോ? ഓക്കെ, വായിച്ച് പഠിക്കാട്ടോ, ഓരോ ദിവസവും വായിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.